ശോഭയേറും ഓർ നാടുണ്ടതു കാണാമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ഏകദേശം 50 വർഷങ്ങളായി ഇവയുടെ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതുപോലെ കേരളത്തിലും അതുപോലെ വിവിധ സ്ഥലങ്ങളിലും ജില്ലകളിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവിൻ്റെ പ്രദേശത്ത് ശക്തമായി ഉപയോഗിച്ച ഒരു ദൈവത്തിൻ്റെ കൃത്യത്തെ സംസ്കാര ചടങ്ങ് യാത്രയെപ്പാണ് ഇന്ന് നടക്കുന്നത്. അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി നമുക്കറിയ അത്യാസന്ന നിലയിൽ കഴിയുകയായിരുന്നു. സ്തോത്രം. അപ്പോൾ ഒരു വിശ്രമ ജീവിതം അദ്ദേഹത്തിന് ആവശ്യമാണ്. കർത്താവ് തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനിടയായി. സ്തോത്രം. മഹാപ്രതിഫലമുള്ള പ്രയത്നമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് കൊടുത്ത ആയുസ്സെല്ലാം കർത്താവിന് വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു. ചില ദീർഘവർഷങ്ങളൊക്കെ ആയുസ്സോടിരിക്കുമെങ്കിലും അവരുടെ ജീവിതത്തെ നമ്മൾ എടുത്താൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നതായിട്ട് അല്ലെ സ്വർഗത്തിലെ പ്രതിഫലത്തിന് ഉടമയായിരിക്കുന്ന ആരെയും നമുക്ക് കാണത്തില്ല, ചുരുക്കം പേര്. എന്നാൽ കർത്താവിന്റെ വയൽ പ്രദേശത്ത് ദീർഘമായി അധ്വാനിച്ച പ്രതിഫലത്തിന് ആർക്കും മായ്ച്ചു കളയാനാവാം മഹാപ്രതിഫലത്തിനുടമയാണ്. ശാരീരിക ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ഷീണമൊന്നും വകവയ്ക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം അതൊക്കെ കൂട്ടാക്കാതെ പ്രയത്നിക്കാനിടയായി. അതുപോലെ അതിനുശേഷമായിട്ട് ഇവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ നാളുവരെ ആരാധനയ്ക്ക് നടന്ന് ഇതൊക്കെ വെച്ചു വെച്ച് നടന്നു വരുന്നതാണ്. നമുക്കറിയാത്ത പേരുവരപ്പോയില്ല സ്തോത്രം. ആ സ്ഥാനത്ത് ആരാധനയുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കടന്നു വരുന്നതാണ്. അപ്പോൾ ദൈവസന്നിധിയിലേറെ ഞാൻ പറഞ്ഞത് ദൈവസന്നിധിയിലേറെ ശോഭിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നമ്മളെ കേൾപ്പിച്ചതായിരിക്കുന്ന സങ്കീർത്തനം മോശയുടെ ഒരു സങ്കീർത്തനമാണ്. അഹരോന്റെ മരണസമയത്ത് താൻ രചിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് നമ്മളെല്ലാവരും. ഈ സങ്കീർത്തനം അങ്ങനെ ആരും വായിക്കുക ഇല്ലെങ്കിലും വായിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം. അവിടെ പറയുകയാണ്, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. സ്തോത്രം. ഇതിലെ ഒരു 12ാം വാക്യം വളരെ പ്രശസ്തമായിരിക്കുന്ന ഒരു ചിന്തയാണ്. അവിടെ പറയുകയാണ്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. സ്തോത്രം. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കണം. എന്തിനു വേണ്ടി? നമ്മുടെ നിത്യതയെ കുറിച്ച് എഴുതണം. ആയതുകൊണ്ട് മരണത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി 3 വിധ മരണങ്ങൾ നമുക്ക് കാണാം. ആദ്യം ഏദനിൽ സ്തോത്രം ആദ്യ മരണം സംഭവിച്ചു. കാരണം കൽപ്പന ലംഘനത്താൽ. ആ കൽപ്പന ലംഘനത്താൽ മരണം സംഭവിച്ചപ്പോൾ ആ മരണത്തിൽ നിന്ന് ഉദ്ധാരണം പ്രാപിക്കണമെങ്കിൽ
ഒടുക്കത്തെ ആദമായിരിക്കുന്ന ക്രിസ്തുവിൽ കൂടുള്ള രക്ഷ പ്രാപിക്കും. സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്തായിരിക്കാം ആദ്യത്തെ ആ പാപത്തിൽ നിന്ന് വിടുതൽ ഏറ്റെടുക്കണമെങ്കിൽ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അങ്ങനെയുള്ളവർക്ക് ആത്മീയ മരണത്തിൽ നിന്ന് ഉദ്ധാരണം പ്രാപിച്ചു. അങ്ങനെയുള്ളവരാണ് സ്തോത്രം. എത്ര പേർക്ക് അപ്രത്യാശയുണ്ട്? ആത്മീയ മരണത്തിൽ നിന്ന് ഞാൻ ഉദ്ധാരണം പ്രാപിച്ചിരിക്കുക. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്രം. അതിനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നു. ഇല്ലെങ്കിൽ പാപത്തിന്റെ അധീനതയിൽ കിടന്നേനും നിത്യത നഷ്ടമായേനും. സ്തോത്രം. നമ്മളിപ്പോൾ ധൈര്യമായിട്ട് പറയുന്നത് നമുക്കറിയാമല്ലോ, മരിച്ചാലും സ്തോത്രം എനിക്ക് പ്രയാസമില്ലെന്നൊക്കെ ഓരോരുത്തർ ധൈര്യത്തോടെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? മറ്റൊന്നുമല്ല, സ്തോത്രം, നല്ലൊരു നിത്യത നമുക്കുണ്ട്. കഴിഞ്ഞ 50-ൽ പരം വർഷങ്ങളായിട്ട് WMA പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടിയിട്ട് ദേവദാസൻ ഓർപ്പിച്ചതുപോലെ അനേക സ്ഥലങ്ങളിൽ പോയി കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ, അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും സ്നാനപ്പെടുത്തുവാനും ഒക്കെ ഉള്ള ഒരു ദൈവകൃപ നൽകിക്കൊടുത്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വാത്സല്യ പിതാവ് നമ്മിൽ നിന്ന് മാറ്റപ്പെടുന്നെങ്കിലും ആ രക്ഷിക്കപ്പെടുത്തിയ അനേക ദൈവമക്കൾ ഇന്ന് കർത്താവിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തുവെങ്കിൽ ഭൂമിയിൽ 86 വർഷം താൻ ജീവിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലെ നല്ല സമയങ്ങൾ മുഴുവൻ കർത്താവിന് വേണ്ടിയിട്ട് നൽകുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലാഭമെന്ന് പറയുന്നത് ചെറിയ തുക മുടക്കി വലുതിനെ തിരിച്ചു പിടിക്കുന്നതാണ് ലാഭമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പൗലോസ് പറയുന്ന വാക്കിന്റെ അർത്ഥം, തൻ്റെ ജീവിതത്തിൽ 86 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ അതിൽ 50-ൽ പരം വർഷങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയം വരെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ധീരനായിരിക്കുന്ന ദൈവദാസനാണ് നമ്മുടെ മധ്യയിൽ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവിടെ നിന്ന് നമ്മുടെ രക്ഷിതാവായി ഇറങ്ങി വരികയും താഴ്ചയുള്ള ഈ ശരീരത്തെ മാറ്റി മഹത്വമുള്ളതും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പുത്തൻ ശരീരം നമുക്ക് തരും എന്ന ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നു. തീർച്ചയായിട്ടും കർത്തൃവേലയുടെ മുമ്പിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാം ഇവിടുത്തുകാരല്ല. ഇവിടെ ഒരു വാടക വീട്ടിൽ പാർക്കുന്ന പോലെ നാം ഇവിടെ അല്പസമയം പാർക്കുന്നുവെങ്കിലും നമ്മുടെ പൗരത്വം ഉയരത്തിൽ സ്വർഗത്തിൽ ആകിയിരിക്കാൻ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവായി എത്രയും വേഗം ഇറങ്ങി വരുവാൻ പോകുകയാണ്. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള ഈ ശരീരത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒന്ന് ശരീരം കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ഒരു ഫീലിംഗ് ഉണ്ടായി. കാരണം സുന്ദരനായിരിക്കുന്ന ഒരു യൗവനക്കാരനായി വളരെ ആരോഗ്യവാനും സൗന്ദര്യവും കളറും ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. പൗലോസ് പറയാ, താഴ്ച ഉള്ള ഈ ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ രൂപാന്തരപ്പെടുത്തുവാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എത്രയും വേഗം കടന്നു വരുവാൻ പോവുകയാണ്. അവർക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ നാമും കൂടി ചെന്നേ മതിയാകുള്ളൂ. ആയതുകൊണ്ട് ആ പ്രതിഫലത്തിന് അർഹരായി തീരുവാൻ
കഴിഞ്ഞുപോയ വിശുദ്ധന്മാർ പാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. നാമും എത്രയും വേഗം ഈ പാതയിൽ കൂടി നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ നാം ഒരുക്കത്തോടെ പ്രത്യാശയോടെ ആയിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖമുണ്ട്, ഭാരമുണ്ട്, മാനുഷ്യമാർന്ന അവസ്ഥയിൽ വളരെ പ്രതിബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദുഃഖം ഒരിക്കലും മാനുഷ്യമാർന്ന അവസ്ഥയിൽ നമ്മളിൽ നിന്ന് മാറുകയില്ല. എത്ര നാളുകൾ കഴിഞ്ഞിരുന്നാലും ആ ദുഃഖത്തിലാണ് നാം മുൻപോട്ട് കടന്നു പോകുന്നത്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാല വേളയിൽ പ്രിയമുള്ള ദൈവമക്കളെ, വാത്സല്യ ഭവനമേ, സ്തോത്രം, ഭൗതികമായിരിക്കുന്ന അമാനുഷ്യമായ ദുഃഖമുണ്ടെങ്കിൽ തന്നെയും ദൈവവചനത്തിൽ നാം പ്രത്യാശ വയ്ക്കുക. എത്രയും വേഗം നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു രക്ഷിതാവായി അവൻ ഇറങ്ങി വരികയും നാം ഓരോരുത്തരും കാത്തിരിക്കുന്ന വിശുദ്ധന്മാരായിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ രൂപാന്തരം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് മുൻപായി കടന്നു പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം യാത്ര അയക്കുന്ന കർത്താവിൻ്റെ വലിയ ശ്രേഷ്ഠദാസനെയും നിത്യയുടെ വെളിയിൽ ആയിരം 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 വിശുദ്ധന്മാരുടെ മധ്യത്തിൽ ആമേ സ്തോത്രം ചെയ്യുന്നു. മനോഹരമായിരിക്കുന്ന ആ തേജസ്സോടുകൂടി ദൈവത്തിന് സ്തോത്രം നമുക്ക് കൂടിക്കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി ഇന്ന് പകൽക്കാലം എൻ്റെ പ്രിയ സഹോദരനും കർത്തൃവേലിനെ വാങ്ങിച്ച ദൈവത്തിന് വലിയൊരു ശ്രേഷ്ഠദാസമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ അത് യാത്രാമൊഴി ചൊല്ലുന്നു. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ മാതാവ് കുഞ്ഞുങ്ങൾ, എത്തിമിത്രാദികൾ, ചാർച്ചക്കാർ, എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തെ സ്നേഹം വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രി ദുഃഖവാർത്തറിയുമ്പോൾ ചില ദീർഘനാളുകൾ ഞാൻ ഈ ദേശത്ത് വന്ന് പാർത്ത് കർത്താവിൻ്റെ വിലയുമ്പോൾ തന്നെ വാത്സല്യ പിതാവും കുടുംബത്തോടും അനുഭവമായ ബന്ധത്തോടുകൂടി ആയിരിക്കാൻ ഇടയായി. എന്നാൽ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊന്ന് മാറുവാനിടയായി. എങ്കിലും പലപ്പോഴും ശാരീരികമായ ക്ഷീണമുള്ളപ്പോൾ കടന്നു വരുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. എങ്കിലും എൻ്റെ പ്രായത്തിനനുസരിച്ച് എൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതായതുകൊണ്ട് ദുഃഖിപ്പാൻ യാതൊരു വിധമാകുന്ന അവസ്ഥകളില്ല. കാരണം പ്രത്യാശയോടെ ദീർഘനാളുകൾ കർത്താവിൻ്റെ മന്ദിരത്തിൽ അധ്വാനിച്ചതായ എൻ്റെ വൃദ്ധൻ്റെ ദേഹവിയോഗത്ത് നമുക്കൊന്നും ഭാരപ്പെടുവാനില്ല. വിശ്വാസത്തിൽ പ്രത്യാശയോടെ വാത്സല്യ പിതാവിനെ അങ്ങേത് കാണാനുള്ള മകൾ പ്രത്യാശ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ആ പ്രത്യാശ കൈവിടാതെ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ മാതാവ് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും സമാശ്വസിപ്പിക്കട്ടെ എന്നുള്ള ആ ആലോചനയോടുകൂടി ഞാൻ പ്രധാനജൻ ഇന്ത്യ ചർച്ച് മാവലിക്കര വെട്ടിയാർ സഭയുടെയും എൻ്റെ കുടുംബത്തിലെയും അഭിച്ചനുമായ ദുഃഖം വാത്സല്യ പിതാവ് താനെ പ്രിയപ്പെട്ട കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. മാനുഷികമായി നമുക്ക് വേർപാട് ദുഃഖകരമാണെങ്കിലും കർത്താവ് തനിക്ക് കൊടുത്ത ആയുസ് കർത്താവിന് വേണ്ടി വളരെ പ്രവർത്തിപ്പാൻ വാത്സല്യ പിതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു. കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവാശ്വാസത്തിൻ്റെയും മനോഹരമായ ദൈവം ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഉളുമ്പാറ ആഢ്യാപൂർണ്ണ ശിശുര ദൈവസഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരുള്ള ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ദൈവം നൽകുകയും. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ പ്രിയ പിതാവിനെ എനിക്ക് വളരെ നാളുകൾക്ക് മുമ്പ് നല്ല പരിചയമുണ്ട്. നല്ലൊരു സുവിശേഷ പ്രവർത്തനത്തിലൊരു ഉപദേശിയുമാണ് ആയിരുന്നു. നല്ല രീതിയിൽ നല്ലൊരു വിശ്വാസ ജീവിതം നയിച്ച വ്യക്തിത്വത്തിന് ഉടമയാണ്. നമ്മളോടൊക്കെ വളരെ സ്നേഹത്തോടുകൂടി പെരുമാറിയിട്ടുള്ള സ്വഭാവമാണ്. ആരോടൊരു കലത്തിനോ പോകാതെ നല്ല ജീവിതം നയിച്ച പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളോടും CPMൻ്റെ പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ പ്രവാസ സമയത്ത് പ്രിയപ്പെട്ടതായ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസൻ്റെ വേർപാട് ദൈവത്തിലായിരിക്കുവാൻ, ഓനത്തോട് ചേർന്ന് ദുഃഖത്തിലായിരിക്കുവാൻ വലിയനായ ദൈവം ഇനി ഒരുക്കിയ ദൈവത്തിന് വലിയ തോതിലായി ദൈവത്തിന് നന്ദി പറയുന്നു. ചെയ്യാൻ COVID-19 എന്ന മഹാമാരിയുടെ പ്രയാസകരമായ സാഹചര്യത്തിന് നടുവിലും നാം ആയിരുന്നിടങ്ങളിലൊക്കെ ദൈവം സൂക്ഷിച്ചു. പെട്ടെന്നുള്ളതായ ദൈവതാൻ്റെ വേർപാടിൽ വളരെ പ്രയാസകരമായ ദുഃഖകരമായ അനുഭവത്തിലൂടെ ഭവനം കടന്നു പോകുന്നു. ദീർഘമായ കാലങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി ഡബ്ലിംഗ് പ്രസ്ഥാനത്തിൽ മിതമായ നിലകളിൽ പ്രവർത്തിക്കുവാൻ താൻ വിരമിക്കുന്നതായ സമയത്ത് ഡിസ്ട്രിക്ട് ഭാഷ നിലയിൽ ഒരു സീനിയർ ശുശ്രൂഷക നിലയിലൊക്കെ വിരമിക്കുവാനുള്ള അവസരം തൻ്റെ ജീവിതത്തിൽ കൊടുക്കുവാനിടയായിട്ടും അനേക ദേശങ്ങളിൽ
അതിൻ്റെ ദൈവമക്കളെ ആദായപ്പെടുത്തുവാനും അനേകർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും തൻ്റെ സൂക്ഷ്മമൊക്കെ തയ്ക്കുവാനുള്ള അവസരം ദൈവം കർത്താവിൻ്റെ ദാസന് കൊടുത്തു. ഈ ദിവസങ്ങളൊക്കെ ശരീരമായ ക്ഷീണം കൊണ്ട് നൽകുമായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ കരുതലൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നുള്ള വേർപാടിൽ എനിക്ക് കടന്നു വരുവാനും സംബന്ധിക്കുവാനും ദുഃഖത്തിൽ പങ്കുചേരുവാനുള്ള അവസരം ദൈവം ഒരുക്കിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ചെറിയ കർത്തദാസിയും ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെയും സ്വർഗത്തിലെ ഒരുവനാ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഒത്തിരിയാൽ ഭവനത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് പ്രാർത്ഥിക്കാം എന്നുള്ളതായ ദൈവത്തിന് സ്തോത്രം ആഹ്വാനത്തോടെ പ്രിയ ഭവനത്തോട് ചേർന്ന് ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു. എല്ലാ ജീവിതം കാഴ്ചവെച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവൻ്റെ സഹധർമ്മിണിയെ അതിന് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കുടുംബമായ കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരുന്നവരായി സന്തോഷിക്കുന്നു. പിന്നെ അതിനുകളൊക്കെയും കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട വാത്സല്യ കുഞ്ഞുങ്ങളെയും കുടുംബത്തിലെ കൊച്ചുമക്കളെയൊക്കെ ആശ്വസിപ്പിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ വളരെ അനുഗ്രഹമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ അഗൈതമായ ദുഃഖവും ക്രിസ്തുവിന്റെ പ്രത്യാശയും പകർക്കാൻ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവമായ കർത്താവിനെ ആശ്വസിപ്പിക്കട്ടെ. ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഇപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളുടെ നാമത്തിന് വേണ്ടി കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നന്നായി അധ്വാനിച്ചു. ശാരീരികവും മാനസികവുമായി ദൈവികമായ ഏൽപ്പിക്കപ്പെട്ടതായ ദൗത്യങ്ങളിൽ വളരെ കൃത്യമായ സുദീർഘമായ സേവനം ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പെരിയപ്പറ്റൻ്റെ നിർണായകമായ അനുഭവത്തിലൂടെ കടന്നുപോയ സമയങ്ങളിലൊക്കെ ദൈവത്തെ വെച്ച് പ്രാർത്ഥിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ഒക്കെ ഉള്ള അവസരം ദൈവം എനിക്ക് തന്നു. ഞങ്ങളുടെയൊക്കെ ബാല്യകാലങ്ങളിൽ മോനെ എന്നുള്ള വിളിയിൽ ആത്മീയമാനങ്ങൾ അടങ്ങിയതായ അനുഭവങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. എൻ്റെയൊക്കെ ബാല്യകാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ സഭകളിൽ വളരെ കൃത്യമായ ദൈവവേലയുടെ ആഴങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ട്. തൻ്റെ ദേഹവിയോഗത്തിൽ ഇവിടെയും ദൈവസഭയുടെ കങ്ങനെയുള്ളതായിരിക്കും ദൈവസഭയുടെ എല്ലാവിധമായ ദുഃഖവും രേഖപ്പെടുത്തി എനിക്ക് വാക്കുകൾ എനിക്ക് സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസനോട് നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാവും. ബ്രഹ്മാണ്ഡ ശക്തിയും ബ്രഹ്മാണ്ഡ ശക്തിയും പ്രതിദിനം വിജയം കൈവരിക്കുവാൻ പ്രതിദിനം വിജയം കൈവരിക്കുവാൻ പ്രിയനെ നോക്കി ഞാൻ മുന്നേറിയോടിടും. പ്രിയനെ നോക്കി ഞാൻ മുന്നേറിയോടിടും. സിയോൻ പ്രയാണമെന്താനന്ദമാനന്ദം. സിയോൻ പ്രയാണമെന്താനന്ദമാനന്ദം. തിരുസിയോനിൽ ചെന്നെത്തും പ്രഭാതിനോ. തിരുസിയോനിൽ ചെന്നെത്തും പ്രഭാതിനോ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഏതൊരു ദുഃഖവേളയിൽ ഞങ്ങൾക്ക് ജയം തരുന്ന അങ്ങേക്ക് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പ്രകാരം ഒരു അവസരത്തിൽ വാത്സല്യ പിതാവിന്റെ ഭൗതിക ശരീരത്തിന് ചുറ്റാകെ നിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘമായ 80 പരം വർഷങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. ജീവിതത്തിന് നല്ലൊരു ആയുസ്സ് കർത്താവിന്റെ നാമത്തിനു വേണ്ടി പോരാടുവാൻ ദൈവം ഇടയാക്കിയല്ലോ. കർത്താവെ, ഞങ്ങളുടെ നാടിന്റെ വിവിധ ഇടങ്ങളിൽ, മലമടക്കുകളിൽ, താഴ്വരകളിൽ കർത്താവ് അയച്ചിട്ടുള്ള എല്ലാ ഇടങ്ങളിലും കടന്നുപോയി അങ്ങയുടെ മഹത്വമുള്ള വേലശക്തിയോടെ തികയ്ക്കുവാൻ വാത്സല്യ പിതാവിന് ദൈവം അവസരം
ഏതു വേളകളിലും നിന്നിൽ ആശ്രയിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ സമയം നിന്നിൽ ആശ്രയിച്ച് ഞങ്ങൾ ബലപ്പെടുകയാണ്. 50 ചില്ലാനും വർഷങ്ങൾ കർത്തൃവേലയിൽ വളരെ അധ്വാനിച്ച് താൻ പാർത്ത ദേശത്തോട് വിട പറയുന്ന ഈ സന്ദർഭത്തിൽ സമാപന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവാലയത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നിന്റെ സാന്നിധ്യം തുടർന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവൃത്യന്മാരെ ബലപ്പെടുത്തണമേ. അതുപോലെ ഇവിടെയും ആ സെമിത്തേരിൽ നടക്കുന്ന ശുശ്രൂഷകൾ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. തിരുസന്നി പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട ശുശ്രൂഷയിലെല്ലാം ആദ്യോടൊപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യ കൃപയും നൽകണം. മാനവും മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. വീടോട് ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോട് ഞാൻ പ്രത്യാശയാ നാളുകൾ കഴിച്ചിടും ഈ മരുവിൽ, നാളുകൾ കഴിച്ചിടും ഞാനീ മരുവിൽ. വീണ്ടെടുപ്പു നാളേറ്റമടുത്തു പോയി, എന്നീക്ക് വീടോടു ഞാൻ അടുത്തിടുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ചേർക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്റെ അഭിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബങ്ങളോട് ചേർന്ന് ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവം നൽകിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദീർഘവർഷക്കാലം 50 വർഷക്കാലം WME പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടി നിയുക്തനായി കർത്താവിൻ്റെ ദാസനുമായിട്ട് 1-2 സംഘങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ശുശ്രൂഷയിൽ സഹകരിപ്പാൻ കർത്താവ് അവസരം നൽകി. എൻ്റെ പ്രായാധിക നിമിഷങ്ങളിൽ ക്ഷീണാവസ്ഥകളിലെല്ലാം ദൈവത്തിൻ്റെ കരുതൽ കർത്താവ് പ്രിയ പിതാവിൻ്റെ ഉണ്ടായിരുന്നു. തൻ്റെ ആ പ്രത്യാശയ്ക്കനുസരിച്ച് താൻ പ്രേമിച്ച നാട്ടിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാൽ അതുപോലെ
ദേശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ആത്മാർത്ഥമായി പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറ്, ഞങ്ങൾ പറയാറുണ്ട്, ഞാനും രാജകുട്ടിയൊക്കെ കുടുംബം പറയാറുണ്ട്, ഈ ദേശത്തിലെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾക്കും ഒരു മരണമൊക്കെ ഉണ്ടായാൽ വളരെ ക്ഷീണിതനാണെങ്കിലും താൻ അവിടെ കയറി വരും. വളരെ യൗവനക്കാരായ നിവാസത്തിലൊക്കെ പലപ്പോഴും നിവാസക്കാരിക്കും ഈ പ്രദേശത്ത് ഏതൊരു ആത്മീയ കാര്യമുണ്ടെങ്കിലും അതിലൊക്കെ വളരെ മുൻപന്തിയിലും എല്ലാ കാര്യങ്ങളിലും അതിനോടൊപ്പം സംബന്ധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദാസനാണ് ജോസഫ് എന്ന് പറയുന്നത്. എനിക്ക് വളരെ അഭിമാനമുണ്ട്. എഴുമറ്റൂർ ഐക്യ പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ ഒരു നല്ല സഹകാരിയായിരുന്ന കർത്തൃദാസൻ കഴിഞ്ഞ നാളുകളിൽ എന്റെ വീട്ടിൽ നടന്ന UPF-ന്റെ ഉപവാസ പ്രാർത്ഥനകളൊക്കെ താൻ നടന്ന കർത്തൃദാസൻ പൗലോസോടൊപ്പം ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയും അതിനോടൊപ്പം അത് വളരെ സന്തോഷത്തോടെ ആ ശുശ്രൂഷ സംബന്ധിക്കുന്ന എനിക്ക് നിവാസനാണ് അവറുകൾ. അദ്ദേഹത്തിന്റെ ഈ വിയോഗത്തിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ദീർഘവർഷം കർത്തൃവേലയിൽ വളരെയധികം പോരാടിയ നിവാസനാണ്. നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, നല്ല ഓട്ടം നിർവഹിച്ചു, വിശ്വാസം കാത്തു, ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയ നീതികളിങ്ങനെ പ്രാപിപ്പാൻ താൻ നമുക്ക് മുൻപേ നിത്യത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കർത്തൃദാസന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മാമയോടും കുഞ്ഞുങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും എന്റെ കുടുംബത്തിന്റെ വ്യക്തിപരമായ ദുഃഖവും പ്രത്യാശയും അതോടൊപ്പം തന്നെ ഞാൻ പ്രസ്ഥാനത്തിന്റെ അതോടൊപ്പം എഴുമറ്റൂർ UPF-ന്റെ ഇവിടെ നടക്കുന്ന കൺവെൻഷനും പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുകയും UPF-ന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു പല പ്രിയപ്പെട്ടവരും ദേശീയ കോൺഗ്രസിലാണ് അവരുടെയൊക്കെ അനുശോചനം അറിയിക്കണം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കർത്താവിന്റെ ദാസൻ K. രാജേഷ് അവറുകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ ശരീര ക്ഷീണിതനായിട്ട് ഭവനത്തിൽ ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റത്തിൽ അദ്ദേഹത്തിന്റെയും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പല പ്രിയപ്പെട്ടവരും വരാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കുന്നു. എന്നാൽ UPF-ന്റെ പല നിവാസന്മാരുടെ അതിന്റെ സഹപ്രവർത്തകരുണ്ട്. എല്ലാവരുടെയും പേരിൽ എഴുപത്തി UPF-ന്റെയും എന്റെയും ഈ നാടിന്റെയും എല്ലാവിധമായ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഒരുമിക്കുന്നു. ദൈവത്തെ സഹായിക്കുമാണ്. ഇല്ലാത്ത മനോഹര തീരത്തൊരു നാളിൽ ഈ ജീർണിത ശരീരം മാറി ഒരു പുത്തൻ ശരീരത്തോടു കൂടെ അങ്ങേ തീരത്ത് കാണാം എന്നുള്ള തികവുറ്റ വചനത്തിലെ പ്രത്യാശയോടുകൂടെ അനുഗ്രഹിത കർത്തൃദാസന്റെ വാത്സല്യ വന്യപിതാവിന്റെ ഭൗതിക ശരീരത്തോട് യാത്രാമൊഴി ചൊല്ലി ഞങ്ങളും വിടവാങ്ങുന്നു. ഞാൻ പ്രദാനം ചെയ്യുന്ന WME അരഞ്ഞിക്കൽ ദൈവസഭയുടെ അവിടെയുള്ള എല്ലാ ദൈവമക്കളുടെയും പേരിലും എന്റെയും എന്റെ കുടുംബത്തിന്റെ പേരിലുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവസരമൊരുക്കിയ കർത്തൃദാസനും നന്ദി പറയുന്നു. ദുഃഖഭവനത്തെ ദൈവം ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകും. ഭക്തന്മാരുടെ അങ്ങനെയെങ്കിൽ ഒരു വിലയേറിയ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിലയേറിയതായ ഒരു കാര്യം നടത്തിയെടുക്കുവാൻ ദൈവം നമ്മുടെ ഈ ഭവനത്തെ കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദീർഘവർഷങ്ങളായി ദൈവവേലയോടനുബന്ധിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷത്തിന്റെ വിത്തുകൾ വിതച്ച് അനേകരെ ആത്മീയ രംഗത്തെ കൊണ്ടുവരികയും പ്രചോദനമായി തിരികെ ചെയ്ത ഞങ്ങളുടെ ബഹുമാനപ്പെട്ട PD അപ്പച്ചന്റെ ദേഹവിയോഗം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖപൂർണമായ ഒരു തന്നെയാണ്. കാരണം അപ്പച്ചൻ തീർത്തും വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ പോലും ഞങ്ങളുടെ ചർച്ചകളിൽ കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടതായ എല്ലാ പ്രചോദനങ്ങളും തരികയും ചെയ്തു. അപ്പച്ചന്റെ ദേഹവിയോഗം വചനം പറഞ്ഞ പോലെ മരിക്കുന്നത് ലാഭം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവസന്നിധി ലാഭമായി മാറിയ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പച്ചന്റെ വേർപാടിൽ WME യൂത്ത് ഫെലോഷിപ്പ് സ്റ്റേറ്റ് ബോർഡിന്റെ പേരിലുള്ള എല്ലാവിധമാകുന്ന അനുശോചനങ്ങൾ തീരുന്നതോടൊപ്പം ദുഃഖത്തിലായിരുന്ന പ്രിയ മാതാവ്, പ്രിയ സഹോദരങ്ങൾ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് WME യൂത്ത് ഫെലോഷിപ്പ് പേരിലുള്ള എല്ലാവിധമാകുന്ന യാത്രാമണ്ഡലങ്ങൾ നേരുന്നു. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമാറാണ്.
ബോധ്യപ്പെടുമാറാകട്ടെ. സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. തന്റെ വിശുദ്ധന്മാരെ ദൈവം ആദ്യ സമയത്തുണ്ട്. ആ സമയത്ത് ഉത്ഥാനത്തിന്റെ ആ സമയത്ത് തന്റെ ദാസങ്ങളെ പ്രതിഫലങ്ങൾക്ക് മാർഗമായിട്ട് ദൈവത്തിൽ നിന്ന് പങ്കാളിയാകും എന്നുള്ള പ്രത്യാശയോടെ ഇട പറയുന്നു. യുദ്ധത്തിലായിട്ട് കുടുംബാംഗങ്ങളെയും ധാരാളമായി സഹായിക്കട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന കൊച്ചിച്ച സഭയുടെയും നാമത്തിലുണ്ടായിരിക്കും എല്ലാ ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് സമയമുള്ള എല്ലാ നന്ദി പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കുന്നു. നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് മാസ്റ്റർ KS അതിനുശേഷം സീനിയർ ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഈ മനസ്സുകൊണ്ട് വളരെ വേദനയോടെയാണ് ഈ പഠിച്ചിട്ടുള്ളത്. വളരെ വേദന ജീവിത ദിവസങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ വളരെ ക്ഷീണമായിരുന്നു. കഴിച്ചുകൊണ്ട് അവശനായിട്ടായിരുന്നു. ഇന്നലെ രാവിലെയും വരെയും എൻ്റെ മരണം വരെയും എൻ്റെ സുബോധം നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു ഷെയർ ചെയ്യും. ഞാൻ ഷെയർ ചെയ്തു. ഞാൻ വിളിച്ചപ്പോൾ അതൊരു കൈക്ക് അല്പ ചലനം ഉണ്ടായിരുന്നു. കൈ ഉയർത്തി എൻ്റെ തോളം അല്ലെങ്കിൽ തലമുറക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പെൺമക്കളെ ദൈവം കൊടുത്തുവെങ്കിൽ അമ്മാനില്ലാത്തൊരു വേദനയ്ക്കുള്ളായിരുന്നു എനിക്ക് അറിയാൻ ചെറുപ്പം മുതലേ. അതിന് ഞങ്ങളോടൊക്കെ വളരെ വാത്സല്യമായി സ്നേഹിച്ച സഹിച്ച ദൈവവാസമാണ്. ഈ ദേശത്തേക്ക് പാർക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇവിടേക്ക് വരാൻ കാരണം എൻ്റെ അടിയൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് താമസിക്കുന്നത് എന്നൊരു വാക്ക് ദൈവം ഞാൻ ഇപ്പോൾ ഓർക്കാറുണ്ട്. ഈ കഴിഞ്ഞ തന്നെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വളരെ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ അടിയുള്ള ബന്ധത്തിൽ അടികളിയാൻ വിളിക്കുന്ന സമയത്ത് നല്ല ശുശ്രൂഷ കാലങ്ങളെക്കുറിച്ചൊക്കെ ഓർപ്പിക്കാനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യാശയുടെ തീരുമാനത്തിലേക്ക് കടന്നു ഇന്ന് മക്കളും കുഞ്ഞുങ്ങളും ഒക്കെയായി ഫാമിലിയാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് 3 പേർക്ക് സംബന്ധിക്കാൻ കഴിയില്ലെങ്കിലും അവിടെ വലിയ സാന്നിധ്യം ഇപ്പോൾ നെറ്റ്വർക്കുകളിലൊക്കെ ഉണ്ട്. അതിനാദ്യത്തെ സ്തുതിക്കുകയാണ്. വലിയ ദൈവം ആശ്വസിപ്പിക്കട്ടെ. എൻ്റെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം കാരണം എൻ്റെ ഏത് ആവശ്യം ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാൻ ചേർന്ന് വീട്ടിലേത് ചെറുതൊരു കാര്യം ആദ്യം പ്രാർത്ഥിക്കാം. വളരെയധികം ജനകമാണ്. പ്രത്യാശ തീരത്ത് കാണാനുള്ള ഏതൊരു പ്രത്യാശ കഴിയുന്നു. ഏത് ആവശ്യങ്ങളും ദാസന്റെ വേർപാടുള്ളത് കുഞ്ഞുങ്ങൾ കുടുംബാംഗങ്ങൾ ഈ സന്ദർഭത്തിലൂടെ സന്നിഹിതരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ എല്ലാവരെയും കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. ദീർഘമാകുന്ന 50 വർഷങ്ങൾ ഈ പാർത്തുകൊണ്ട് കർത്താവിന്റെ മൊത്തമേരിതാകുന്ന ശുശ്രൂഷയിലായിരിക്കാൻ ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് ഇടയാക്കി. എൻ്റെ ശുശ്രൂഷാ കാലഘട്ടങ്ങളെ കുറിച്ച് പലപ്പോഴും എന്നോട് അദ്ദേഹം എന്നോട് അറിയിച്ചിട്ടുണ്ട്.
ദൈവത്തിന് സ്തോത്രം. വളരെ ദുഃഖവും വളരെ പ്രയാസം നിറഞ്ഞതാകുന്ന സാഹചര്യങ്ങളായിരുന്നു. എങ്കിലും അവിടെ എല്ലാം ദൈവം പരിപാലിച്ചു. ദാനം കൊടുത്തതാകുന്ന മക്കളെ സംരക്ഷിക്കാനും വളർത്തുവാനും വിവിധ നിലകളിലൊക്കെ അവരെ ഉറപ്പിക്കുവാനുള്ളതാകുന്ന വലിയ ഭാഗ്യം കർത്താവിന്റെ ദാസിക്ക് നൽകി. തൻ്റെ ശാരീരിക ക്ഷീണിതനായി ചില മാസങ്ങളായിട്ട് ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. എൻ്റെ ഏറ്റവും അടുത്തുള്ളതാകുന്ന വീടാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ടും വളരെ ക്ഷീണിതനായി ഭാരപ്പെട്ടു. കർത്താവിൻ്റെ സമയമായപ്പോൾ തന്നെ വിളിച്ച് വേർതിരിപ്പാനിടയായി തീർന്നു. വേർപാടിൻ്റെ ദുഃഖം നമുക്ക് ആർക്കും താങ്ങാൻ കഴിയാതെ ഉള്ളതാണല്ലോ. പ്രത്യേകിച്ച് സ്വന്തങ്ങൾക്കും ബന്ധുക്കൾക്കും രക്തബന്ധങ്ങൾക്കും ഒരിക്കലും താങ്ങാൻ കഴിയാത്തതാകുന്ന ഒന്നാണ് വേർപാടിൻ്റെ ദുഃഖം. എന്നാൽ ആ ദുഃഖവേളകളിൽ നമുക്ക് ജയം നൽകുന്നവനായിരിക്കുന്ന ഒരുവൻ മാത്രമാണുള്ളത്. ആ കർത്തൃസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഒരു പ്രത്യാശയുണ്ട്. നമ്മെ വിട്ട് കടന്നു പോകുന്ന വിശുദ്ധന്മാരെ കർത്താവിൻ്റെ കാഹളത്തിൻ്റെ മുമ്പിൽ നമുക്ക് കാണാം, അവർക്ക് കേൾക്കാം, അവരുമായിട്ട് സമ്പർക്കം ചെയ്യാം എന്നുള്ളതാകുന്ന ഒരു പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ആശ്വാസങ്ങളുമായ ദൈവം പ്രിയപ്പെട്ടവരെ അതിനെത്താൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആരംഭമായി ഒരു വാക്യം ഞാൻ അറിയിക്കുകയും ചെയ്തു. 76 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു പുരുഷായുസ് മുഴുവനും കർത്താവിൻ്റെ മഹത്വമുള്ളായിരിക്കുന്ന വേദിക്ക് വേണ്ടി കൊടുത്ത ഈ വേർപാടിൽ നാം എല്ലാവരും വളരെ ദുഃഖിതരാണ്. നാം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഈടുറ്റ ഒരു നല്ല പ്രവർത്തകനായി ദീർഘമായ വർഷങ്ങൾ സേവനമനുഷ്ഠിക്കുവാൻ കേരളത്തിൻ്റെ പല ജില്ലകളിൽ ഫെയ്ത്ത് ജീവിതം ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കരദാസനെ സഹായിച്ചിട്ടുണ്ട് എന്നെയാണ് ഓർക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ദാസനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് കണ്ടുചോളത്ത് വെച്ചാണ്. ഇന്നത്തെ നിശ്ചയില്ല. ആ കാലഘട്ടം മുതൽ ജീവൻ പോകുന്നത് വരെയുള്ള നാളുകൾ ഒന്നിച്ച് പ്രവർത്തിപ്പാൻ ദൈവമേ കർത്താവിനൊക്കെ അവസരം നൽകി. വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാം ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹപ്രദേശത്ത് ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം തന്റെ ദാസനെ അധികാരപ്പെടുത്തി. ഈ പ്രസ്ഥാനത്തിൽ ക്ലാസ് പഠിക്കുകയും ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ വിശ്രമിക്കുന്ന CSF അധികാരത്തിൻ്റെ പത്രം കൊടുത്തും ശിക്ഷയിൽ അരിപ്പാൻ ഇടയാറ്റു. ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവമായ കർത്താവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സ്വർഗത്തിലെ ഒരുവനായ ദൈവം നയിക്കട്ടെ. സ്വർഗത്തിലെ ഒരുവനായ ദൈവം ദാനിയേലിനോട് പറഞ്ഞത്, നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചു കൊള്ളുക, കാരണം നീ രോഗിനെ വായിപ്പാൻ എഴുന്നേറ്റ്. എന്നാൽ ശോഭയേറിയ ദൈവത്താൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ എഴുന്നേറ്റ് വരും. അത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടെ നമുക്ക് ഒന്നിച്ച് കാണാം. പ്രത്യാശയോടുകൂടെ നമുക്കായിരിക്കാം. എന്നും സമയം ചെന്ന ദൈവത്തിനോട് നന്ദിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കാൻ എല്ലാവരും അതിനുവേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ദുഃഖത്തിരിക്കുന്ന ഭവനത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ആശ്വാസ സമാധാനങ്ങളും ദൈവം നൽകട്ടെ എന്നുള്ള വാക്കുകളോടി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവസമയം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വലിയ ആനന്ദം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ നീതിയുടെ തീരത്ത്, ആ പ്രത്യാശയുടെ തീരത്ത് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വ്യക്തിപരമായുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ ദൈവദാസന്മാരുടെയും ദൈവത്തിൻ്റെയും പേരിലുള്ള ദുഃഖവും അനുശോചനവും ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. പ്രത്യേകം ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. വളരെ പ്രോട്ടോക്കോള് നാം പാലിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് അധികാരികൾ ഇവിടെ വന്ന് പാസ്റ്റർക്കെതിരെ കേസെടുക്കും എന്ന് നമ്മളോട് പറഞ്ഞു. ഇത്രയും ആള് കൂടി നിന്നതാണ് പ്രശ്നമായി തീർന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 12 മണിക്ക് മുമ്പായിട്ട് ബോഡി ഇവിടെ നിന്ന് എടുക്കണം, കൺക്ലൂഡ് ചെയ്യാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. എങ്കിലും
12 മണിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 12 മണിക്ക് ബോഡി ഇവിടുന്ന് എടുക്കും. അതുകൊണ്ട് എല്ലാവരും വളരെ ശാന്തമായിട്ട് ഈ ശുശ്രൂഷകളിൽ സഹകരിക്കണം. വേൾഡ് വിഷൻ ഇവാഞ്ചലിസം ദൈവസഭയുടെ ദേശീയ അധ്യക്ഷൻ റവറൻഡ് OM രാജകുട്ടി അവർകൾ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹമായിരിക്കും അവസാനത്തെ ശുശ്രൂഷ നടത്തുന്നത്. എന്നാൽ അതിനു മുൻപായിട്ട് ഭവനത്തോട് അനുബന്ധമായിട്ട് വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുവാൻ ഒരു സഹോദരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബ്രദർ ശശി മുൻപോട്ട് വന്ന 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മാക്സിമം, ആ 2 മിനിറ്റ് കൊണ്ട് നന്ദി അറിയിക്കും. ആ സമയത്ത് ഈ സഭയുടെ അവരുടെയും പാസ്റ്ററുടെയും ഒക്കെ സഹകരണം ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ പിതാവ് പാത്രിക ലോകത്താൽ മാറപ്പെടുന്നുണ്ടെന്നപ്പോൾ തന്നെ പ്രിയ ബഹുമാനപ്പെട്ട ദേവദാസനായിരിക്കുകയും ഞങ്ങളുടെ ഭവനത്തിന് വേണ്ടിയും ഞങ്ങളുടെ പിതാവിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിനും അതുപോലെ തന്നെ ഗർഭാദാസമയായ പ്രയോഗിച്ചറിയിച്ചപ്പോൾ സമയത്ത് ഞാൻ കടന്നു വരാമെന്ന് നൽകുകയും എൻ്റെ സമയത്ത് എന്നെ കടന്നു വരികയും ഈ ശുശ്രൂഷ നിർവഹിക്കാൻ കടന്നു വരികയും ചെയ്ത ബഹുമാന്യ വലിയ സഭയുടെ ചെയർമാനായിരിക്കും കർത്താവ് ജംഗ്ഷൻ പിന്നെ കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിനന്ദനമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. അതുപോലെ തന്നെ ഈ സഭയിൽ ഇസ്ലാമിക പ്രവർത്തകരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാവർക്കും തൊട്ടുവാങ്ങി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഒന്നുകൂടി വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെയും വന്നുകൊണ്ടിരുന്ന പാസ്റ്റർ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവദാസനോടൊപ്പം ശുശ്രൂഷിച്ച അനവധി ദൈവദാസന്മാരോട് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് സമയം അനുവദിക്കുവാൻ കഴിയാത്തതിൽ അതിയായി ഖേദിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ അവസാന ശുശ്രൂഷ, പ്രിയ ദൈവദാസനോടുള്ള ബന്ധത്തിൽ അവസാന ശുശ്രൂഷ നിർവഹിക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ ദാസൻ, കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ, വേൾഡ് മിഷൻ ഇവാഞ്ചലിസം ദൈവസഭയുടെ ദേശീയ ചെയർമാൻ റവറൻഡ് OM രാജകുട്ടി അവരുടെ ദൈവനാമത്തിൽ ഞാൻ ഹാർദവമായി ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. മരണത്തെ ജയിച്ചവനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന പകൽക്കാലം ഈ ശുശ്രൂഷയിലും നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളോളം കർത്താവിൻ്റെ വേലയിൽ ധീരമായി പോരാടിയ WME ദൈവസഭയുടെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് പാസ്റ്റർ PD ജോസഫ് അവറുകൾ. അദ്ദേഹത്തെ അറിയാത്തവരായി WME പ്രസ്ഥാനത്തിൽ ആരും തന്നെ ഇല്ല. വളരെ നിസ്തുല്യമായ സേവനങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അദ്ദേഹവും ആ കുടുംബവും നിർവഹിച്ചിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ അതിയായിട്ട് സ്തുതിക്കുന്നു. ചില വർഷങ്ങളായിട്ട് ശാരീരിക അസ്വാസ്ഥ്യം മൂലം ശുശ്രൂഷയിൽ നിന്ന് ഒഴിഞ്ഞ് താൻ സ്വയമായി ശുശ്രൂഷയിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. എങ്കിലും ദൈവസഭയുടെ സജീവ സാന്നിധ്യമായി അദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്റർ PD ജോസഫ് അവറുകൾ ഹെബ്രോനിൽ പാർത്ത കാലങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞാനൊരു വിദ്യാർത്ഥിയാണ്, എങ്കിലും അദ്ദേഹത്തെ ശുശ്രൂഷകളുടെ പല രംഗങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ബൈബിൾ സ്കൂളിൻ്റെ വാർഡനായിട്ട്, അതുപോലെ ഓർഫനേജിൻ്റെ വാർഡനായിട്ട്, അതുപോലെ പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ മാതാവ് അവിടെ ബൈബിൾ സ്കൂളിൻ്റെ ആദ്യ സമയത്തെ മെസ്സിൻ്റെ ചുമതലയുള്ള ഒരു മാതാവായിട്ട് ഒക്കെ അവിടെ ശുശ്രൂഷിച്ചത് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട കർത്തദാസിയുടെ പിതാവൊക്കെ ചാത്തന്തറ WME ദൈവസഭയുടെ ആരംഭ പ്രവർത്തകരാണ്. WME പ്രസ്ഥാനത്തിന് വളരെ ധീരമായ നേതൃത്വം കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് അവരുടെ കുടുംബം എന്നുള്ളതിൽ ദൈവത്തെ
ദൈവത്തെ അതിയായിട്ട് സ്തുതിക്കുകയും അതോർത്ത് ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമത്തിനായിട്ട് കർത്താവിൻ്റെ ദാസൻ കടന്നുപോയി. നമുക്ക് ഏവർക്കും ദുഃഖമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള നിശ്ചിത സമയത്തിനുള്ളിൽ ശുശ്രൂഷകളൊക്കെ നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. സഭകൾക്കെല്ലാം കർശനമായ നിർദ്ദേശം ആ കാര്യത്തിൽ ഞാൻ നൽകിയിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് പ്രത്യേക സർക്കുലർ വഴി എല്ലാ സഭകളെയും അറിയിച്ചിട്ടുണ്ട്. ശവസംസ്കാര ശുശ്രൂഷകൾക്ക് പരമാവധി 1 മണിക്കൂർ, അതിൽ കൂടുതൽ 1 മിനിറ്റ് പോലും എടുക്കുവാൻ പാടില്ല. സെമിത്തേരിയിലെ ശുശ്രൂഷ 15 മിനിറ്റ് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ കോവിഡ് കഴിയുന്നത് വരെ നമ്മൾ നിയമം കർശനമായി പാലിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ആളുകളുടെ അകലം, അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ്, ആ പ്രോട്ടോക്കോളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നിർവഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും വലിയ പ്രത്യാശയുണ്ട്. ഈ കാലമൊക്കെ മാറുകയും ഈ സാഹചര്യങ്ങളൊക്കെ മാറുകയും ചെയ്യുന്ന ഒരു സമയം നമ്മുടെ മുമ്പിൽ വളരെ വേഗം തന്നെ വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നല്ല പോർപ്പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ദീർഘമായ പ്രസംഗത്തിനല്ല ഞാനിവിടെ തുനിയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇതുപോലെ ഒരു പെട്ടിക്കുള്ളിൽ അവസാനിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധാപൂർവം കരുതിക്കൊണ്ട്, നിത്യതയ്ക്ക് വേണ്ടി കരുതിക്കൊണ്ട് യാത്ര ചെയ്യണം. നമുക്കറിയാം, ഈ കഴിഞ്ഞ ജാനുവരിക്ക് ശേഷം, കഴിഞ്ഞ ഒരു ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് മുതലുള്ള ഈ കാലത്തിനോട് നോക്കിയാൽ നമ്മളെപ്പോലെ ജീവനോടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി. ഇനിയും എത്ര കാലം ഈ രോഗം ഇങ്ങനെ നീളുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ജനസംഖ്യയുള്ള രാജ്യം അതിഭീകരമായ ഈ രോഗത്തിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞാൽ വരുവാൻ പോകുന്ന വിപത്ത് എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാം. ലോകം മുഴുവൻ ഈ ഭീതിയുടെ നടുവിലാണെങ്കിലും ദൈവമക്കൾക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്. മരണത്തെ ജയിച്ചവനായ കർത്താവ്, മരണത്തിൻ്റെ മേൽ ജയമെടുത്ത കർത്താവ്. എല്ലാവരും മരിക്കുന്ന പോലെ നമ്മളും മരിക്കും, പക്ഷേ മരണത്തിന്മേൽ നമുക്കൊരു ജയമുണ്ട്. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിൽ വിശ്വസിച്ച് മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്ന ദിവസത്തിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട പിതാവിനെയും നമ്മൾ കാണും. അദ്ദേഹം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച സകല കാര്യത്തിന് എണ്ണി പ്രതിഫലങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങും. അദ്ദേഹം മാത്രമല്ല, ഇവിടെ പൗലോസ് പറയുന്നത് അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരുന്നു. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ അദ്ദേഹമാണ്. മിച്ചിയോ കാക്കു എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ അദ്ദേഹം പ്രസ്താവിക്കുകയാണ്, വേദപുസ്തകം പറയുന്നത് സത്യമാണെന്ന് ശാസ്ത്രം പോലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, ശാസ്ത്രജ്ഞന്മാർ പോലും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ദൈവമക്കളുടെ തേജസ്കരണമാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, തേജസ്സുള്ള ശരീരമാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഈ ശരീരം മാറി തേജസ്സുള്ള ഒരു ശരീരം ദൈവമക്കൾ പ്രാപിച്ച് ഗോളാന്തരങ്ങൾ താണ്ടി പുതിയ ഗോളങ്ങളിലേക്ക് ദൈവമക്കൾ പറിച്ച് നടപ്പെടുമെന്ന് ശാസ്ത്രം പോലും അംഗീകരിക്കുന്ന ഈ കാലത്ത് നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലെ ആയുസ്സുകൾ വെച്ച് തീർന്നാലും കല്ലറയ്ക്കുള്ളിൽ അല്പകാലമേ നമ്മൾ വിശ്രമിക്കുകയുള്ളൂ. കല്ലറയെ പൊട്ടിച്ച് നമ്മൾ പുറത്തു വരും. കർത്താവിനോടുകൂടെ നിത്യത മുഴുവൻ നമ്മൾ വാഴും. ആ വലിയ പ്രത്യാശയോടെ, ആ പ്രത്യാശ ഒരു ജീവിതകാലം മുഴുവൻ പ്രസംഗിച്ച ഈ ദൈവത്തിന്റെ ഭൗതിക ശരീരം ആ പ്രത്യാശയോടുകൂടെ നമുക്ക് സംസ്കരിക്കാം. ഇനി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും, അദ്ദേഹത്തിന്റെ മക്കള്, കൊച്ചുമക്കള്, അദ്ദേഹത്തിന്റെ സഹോദരങ്ങള്, സ്നേഹിതര്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഈ വലിയ പ്രത്യാശ, ഈ ശരീരത്തിനപ്പുറത്തുള്ള ആ വലിയ പ്രത്യാശ കൊണ്ട് നിറഞ്ഞ് ആ പ്രത്യാശയുടെ ശരീരം പ്രാപിക്കാൻ തേജസ്കരണത്തിനായി, ആ തേജസ്കരണം പ്രാപിക്കണമെങ്കിൽ, ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കണമെങ്കിൽ ആത്മാവിന്റെ വീണ്ടെടുപ്പ് ആദ്യം പ്രാപിക്കണം. യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കണം. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കണം, വീണ്ടെടുപ്പ് പ്രാപിക്കണം. അപ്പോൾ ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വരാത്ത ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ, വെറുതെ ഒരു മരണ വീട്ടിൽ വന്ന് എല്ലാവരെയും കണ്ടുകേട്ട് പോകാമെന്നാണ് ധരിച്ചാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ, ഇതുപോലൊരു ദിവസം, അടുത്ത ദിവസം നമുക്ക് ഒരു മരണമുണ്ട്. ആ മരണത്തിനപ്പുറത്തൊരു നിത്യതയുണ്ട്. ആ നിത്യത ദൈവത്തോടു കൂടെ നിത്യ സ്വർഗത്തിലാണോ അതോ നരകത്തിലാണോ എന്നുള്ളത് ഇവിടെ വെച്ചാണ് തീരുമാനിക്കുന്നത്. ഈ ലൈഫാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ്. ഇതാണ് നമ്മുടെ വഴിയെ തിരഞ്ഞെടുക്കുന്ന സ്ഥലം. അതുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. കർത്താവിന്റെ ദാസൻ പ്രതിഫലങ്ങൾ വാങ്ങുന്ന അശോക്തിയേറിയ ദിവസത്തിൽ നമ്മൾ അദ്ദേഹത്തെ തേജസ്സോടുകൂടെ കാണും. ആ ദിവസത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസിയെയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയും സർവശക്തനായ ദൈവം സകല ബുദ്ധിയെയും ദൈവത്തിന്റെ
സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ. നിങ്ങൾ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും കർത്താവ് തന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവരായി നാം രൂപാന്തരപ്പെടും, കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രത്യാശയോടുകൂടെ നമുക്ക് പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനോടുകൂടെ പറയാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. WMA പ്രസ്ഥാനത്തിന്റെയും ഹെബ്രോൻ കുടുംബത്തിന്റെയും പേരിലുള്ള ദുഃഖം, അവരുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ആ ദുഃഖം നമുക്ക് നിത്യമല്ല, വലിയൊരു പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ശുശ്രൂഷ, ഭവനത്തിലെ ശുശ്രൂഷ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സാവകാശം ദൈവം നമുക്ക് തന്നല്ലോ. കർത്താവിന്റെ ദാസന്റെ വിയോഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചു. നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസനെ യാത്ര അയക്കാം. നമുക്കും നമ്മുടെ യാത്രയിൽ മുൻപോട്ട് ഒരുക്കത്തോടുകൂടി യാത്ര ചെയ്യാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി സ്തോത്രം ചെയ്തു. മരണം ദുഃഖകരമാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയ വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്തു. കർത്താവെ, ദീർഘവർഷങ്ങൾ കഴിഞ്ഞ 5 പതിറ്റാണ്ടോളം കർത്താവിന്റെ നാമത്തിനായിട്ട് അധ്വാനിച്ച ധീരനായ ഒരു പടയാളിയാണ് ഈ പെട്ടിക്കുള്ളിൽ വിശ്രമിക്കുന്നത്. ഭൗതിക ശരീരം മാത്രം ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്, ആത്മാവ് ദൈവത്തിലിരിക്കുന്നു. അതോർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളവരോട് തേജസ്സിൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വലിയ പ്രത്യാശ ഞങ്ങളെ നിറച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദീർഘവർഷങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ച ശുശ്രൂഷകൾക്ക് അവിടുന്ന് പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. അന്ന് ഞങ്ങൾ ഒരുമിച്ച് കാണുവാൻ അവിടെ ഞങ്ങൾക്ക് അവസരം നൽകും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവിന്റെ ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. എന്റെ മകളുടെ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ നടുവിൽ ദൈവം എത്രത്തോളം സഹായിച്ചല്ലോ, തുടർന്നും കർത്താവ് കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവ് ദൂരെ ആയിരിക്കുന്നവരും വരുവാൻ കഴിയാത്തവരും ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകണം. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗീയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. കർത്താവ് ഈ കോവിഡിന്റെ ഭയാനകമായ അന്തരീക്ഷത്തിലും ഇത്ര ശാന്തമായ ഒരു അന്തരീക്ഷം കർത്താവ് ഞങ്ങൾക്ക് നൽകിയതിനാൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കൂടപ്പെട്ട എല്ലാവരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണം. സെമിത്തേരിന്റെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണം. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. തുടർന്ന് ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിച്ചാൽ സകലവും ഞങ്ങൾക്കായിട്ട് ജീവനം വിളിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്ന സ്വർഗീയ പിതാവേ, കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിച്ചു വഴി ശുദ്ധാത്മാവിന്റെ കൃപയും സാന്നിധ്യവും നടത്തിപ്പോൾ കാവലും നമ്മിലും പ്രാർത്ഥിച്ച കാര്യങ്ങളിലും പ്രാർത്ഥനയോടുള്ള സകല കാര്യങ്ങളിലും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും സെമിത്തേരിൽ നടക്കുവാൻ പോകുന്ന പ്രത്യാശാന്തരമായ ശുശ്രൂഷകൾ എല്ലാ കാര്യങ്ങളും സമാധാനം അനുഗ്രഹാശീർവാദങ്ങൾ നടത്തുമ്പോൾ ഇപ്പോൾ മുതൽ ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതുണ്ടായി വഴിമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മരണത്തിന്മേൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. പ്രത്യാശയോടെ കർത്താവിന്റെ ദാസന്റെ ഭൗതിക ശരീരം നമുക്ക് സംസ്കരിക്കാം. ദൈവം ഏവരെയും സഹായിക്കട്ടെ. ഭാഗ്യരാജ്യം ഒന്നുണ്ടതിൽ വാനശോഭ നിത്യം, സായാഹ്നം അങ്ങുണ്ടാകില്ല അതിൻ സൂര്യൻ യേശു. ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. ആഴിക്കക്കരെ സമാധാന നാട്ടിൽ വൻകാറ്റെല്ലാം അടങ്ങുന്നു, അങ്ങു വേണം നീതി.
ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. മഹത്വവീടും ഒന്നുണ്ട്, സ്വർഗീയ മന്ദിരം. ഈഹേ നാം സ്നേഹിച്ചോർ നമ്മെ എതിരേൽക്കും അതിൽ. ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. വളരെ പ്രത്യാശ നിർഭരമായ ഒരു നല്ല ജീവിതം പ്രിയപ്പെട്ടവർ ദൈവം കൊടുത്തതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടച്ച് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജ്ജി ചെറിയ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ ഞങ്ങൾ ഒരു നിമിഷം കൂടെ അവിടുത്തെ നാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കഴിഞ്ഞ 86 വർഷം ഈ ഭൂമുഖത്ത് ജീവിക്കുകയും 50-ലധികം വർഷം അവിടുത്തെ മഹത്വമുള്ള ശുശ്രൂഷയിൽ അഹോരാത്രം അധ്വാനിക്കുകയും ചെയ്ത കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്റെ ഭൗതിക ശരീരവുമായി അനേക വിശുദ്ധന്മാർ വിശ്രമിക്കുന്ന ഈ വിശ്രമഗേഹത്തിലേക്ക് എത്തുവാൻ ദൈവം ഞങ്ങൾക്ക് സാവകാശം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഭവനത്തിലെ ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായി ചെയ്തെടുപ്പാൻ ദൈവാത്മാവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അഭിമന്യ ചെയർമാനും കടന്നു വന്ന് അന്തിമ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗിച്ച് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന വാത്സല്യ മാതാവിനെയും ആമേൻ മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെ കുടുംബാംഗങ്ങളെല്ലാം ഞങ്ങൾ അവിടുത്തെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സെമിറ്ററിയിലെ ശുശ്രൂഷ ചെയ്യുവാൻ അവിടുത്തെ അഭിഷിക്ത ദാസനെ ദൈവം അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷയുടെ കർത്താവിന് കൃപയുണ്ടാകണം. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ കുടുംബമായിട്ട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്ര ചർച്ചക്കാരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ശുശ്രൂഷ സ്വർഗം മാനിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. നിത്യായുഗം ദിവ്യമഹിമയിൽ വാണിടും ഞാനുമെൻ പ്രിയനുമായി നിത്യായുഗം ദിവ്യമഹിമയിൽ വാണിടും ഞാനുമെൻ പ്രിയനുമായി വേർതിരിച്ചിടുവാൻ സാധ്യമല്ലൊന്നിനും സംലയിച്ചിടുമായി വേർതിരിച്ചിടുവാൻ സാധ്യമല്ലൊന്നിനും സംലയിച്ചിടുമായി നിത്യായുഗം ദിവ്യമഹിമയിൽ വാണിടും ഞാനുമെൻ പ്രിയനുമായി നിത്യായുഗം ദിവ്യമഹിമയിൽ വാണിടും ഞാനുമെൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായം 52 മുതലുള്ള വാക്യങ്ങൾ 50 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 58 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം മറ്റൊരാൾ 90-ാം സങ്കീർത്തനം വായിക്കും. അതിനുശേഷം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങളും വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങളും അവസാനമായിട്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം
12-ാം അധ്യായം 13-ാം വാക്യം യഥാക്രമം ദൈവദാസന്മാർ വായിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും ഇതിന് കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ടുമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായുർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃതത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃതത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളത് എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ മേൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീരെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെ മാത്രമായിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രയും. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തടച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. കാലം 80 സംവത്സരം ഏറെയായാൽ 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ? ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. കർത്താവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം മടികളോട് സഹതാപം തോന്നണമേ. കാലത്തു തന്നെ ഞങ്ങളുടെ നിന്റെ ദയ കൊണ്ട് അതൃപ്തനാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. സാവധാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ട് അത് പറഞ്ഞത് എഴുതുക. ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. മരിച്ചവർ ആവാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ളവരെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. വിശ്രമിച്ച കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രായ്പാൻ നീ എഴുന്നേറ്റ് വരും. ആമേൻ. ഈ വചനങ്ങളൊക്കെയും തന്നെ നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗങ്ങളാണ്. അനവധി പ്രസംഗങ്ങൾ മരണവീടുകളിൽ നാം ഇതിനെ സംബന്ധിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനായിട്ട് മുതിരുന്നില്ല. ആദ്യം നാം വായിച്ച 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നാം വായിച്ചത് അതിൻ്റെ 51-ാമത്തെ വാക്യം 52-ാമത്തെ വാക്യം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിവെക്കുന്നതിനിടെ നാം എല്ലാവരും രൂപാന്തരപ്പെടും. തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ് ഇന്ന് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും മഹാമാരിയും നിങ്ങൾ കാണുമ്പോൾ ഞാൻ അടുക്കൽ വാതുക്കൽ എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളി. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവൻ്റെ വരവിനായി ഒരുങ്ങണം.
എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. മരണം അനിവാര്യമായ ഒരു സംഗതിയാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏകദേശം 50,000 മുതൽ 70 ബില്യൺ വരെ സെല്ലുകൾ ഒരു ദിവസം നശിക്കുന്നു, മരിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും നാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ട്. നാശമില്ലാത്ത ഒന്നേ ഉള്ളൂ, അത് രൂപാന്തരം പ്രാപിക്കുന്ന ശരീരമാണ്. കർത്താവിൻ്റെ പുനരുദ്ധാന ശരീരത്തോട് അനുരൂപമായ ഒരു ശരീരം, മൃത്യു ആക്രമിക്കാത്ത ഒരു ശരീരം, യുവത്വമുള്ള ഒരു ശരീരം, പരസ്പരം അറിയുവാൻ കഴിയുന്ന ഒരു ശരീരം, രക്തമില്ലാത്ത ഒരു ശരീരം, ബന്ധങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ലാത്ത ഒരു ശരീരം, മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് വചനം പറയുന്നു. ദൈവത്തെ അവൻ്റെ തേജസ്സിൽ നേരിട്ട് കണ്ടുകൊണ്ട് ഈ നഗ്നനേത്രങ്ങളാലല്ല, രൂപാന്തര ശരീരത്തിൽ ദൈവം നമുക്ക് തരുവാൻ പോകുന്ന നേത്രങ്ങളാൽ നമുക്ക് കാണുവാൻ കഴിയും എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ന്യായവിധി നടത്തുവാൻ ജ്ഞാനം പ്രാപിക്കുന്ന ഒരു പുത്തൻ ശരീരമാണ് ദൈവം നമുക്ക് തരുന്നത്. ദൈവത്തിൻ്റെ ദാസന്മാർക്കല്ലാതെ, ദൈവമക്കൾക്കല്ലാതെ മരണം ലാഭം എന്ന് പറയുവാൻ കഴിയുകയില്ല. നമുക്കറിയാം, അനേക മരണ വീടുകളിൽ വലിയ അലമുറകളും വലിയ ജൽപ്പനകളും നാം കേൾക്കാറുണ്ട്. എന്നാൽ ഭക്തന്മാരുടെ മരണ വീടുകളിൽ എപ്പോഴും പ്രത്യാശയുടെ ഒരു വലിയ ചാഞ്ചാട്ടം നമുക്ക് ദൃശ്യമാകും. ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കിയിരിക്കുവാൻ പോകുന്നു എന്ന് വാക്ക് തന്ന കർത്താവ്, വാഗ്ദത്തം ചെയ്തവൻ, നമുക്ക് ലാഭമാണെന്ന് പറയുന്നതിൻ്റെ കാരണമാണ്. 1, അവൻ ഒരുക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം. 2, അവൻ ഇരിക്കുന്ന ഇടത്ത് നമുക്ക് ഇരിക്കാം. 3, അവൻ്റെ ശരീരത്തോട്, മഹത്വമുള്ള ശരീരത്തോട് നമ്മുടെ ശരീരം അനുരൂപമാകും. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ലാഭമാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവങ്കൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. അതേ, വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന ആ നീതിയുടെ കിരീടം പ്രാപിപ്പാൻ നമ്മൾ പീഡിയപ്പച്ചന് കടന്നു പോയിരിക്കുകയാണ്. നമുക്കും അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ പോകേണ്ടതായിട്ടുണ്ട്. ഒരുങ്ങാം, മരണം നമ്മുടെ മുൻപിലാണ്. ഒരുപക്ഷെ ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഭവനത്തിലെത്തുന്നതിന് മുൻപ് മരണത്തിൻ്റെ കരാളഹസ്തങ്ങൾ നമ്മെ പിടിക്കും ഒരുപക്ഷെങ്കിൽ. എന്നാൽ അതിനു മുൻപ് നമ്മുടെ ക്രമീകരണം നടക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രമീകരണം. ഒരിക്കലും ഒരാളോട് ചോദിച്ചു, മരിക്കാൻ പോകുകയെന്നാളെ നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കടങ്ങളെല്ലാം ഞാൻ ഓടി നടന്ന് വീട്ടു. രണ്ടാമതൊരാൾ പറഞ്ഞു, ഞാൻ ക്ഷമ ചോദിക്കുവാനുള്ളവരോടൊക്കെ പോയി ക്ഷമ ചോദിക്കും. മൂന്നാമതൊരാൾ പറഞ്ഞു, ഇതൊന്നും ഞാൻ ചെയ്യത്തില്ല, ഇന്ന് ചെയ്യത്തില്ല, ഞാൻ ശാന്തമായിട്ട് അല്പസമയം കണ്ണുകളടച്ച് ദൈവത്തെ ധ്യാനിക്കും. കാരണം ഇതൊക്കെ ഞാൻ ഇന്നലെ ചെയ്തു കഴിഞ്ഞതാണ്. ഇന്നലെയും ഇന്നുമായിട്ട് ഇവയെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞതാണ്. ഞാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് അതിൻ്റെ അർത്ഥം. അതെ, നമുക്ക് ഒരുങ്ങിയിരിക്കാം. ക്ഷമ ചോദിക്കാനുള്ളവരോട് ക്ഷമ ചോദിക്കാം. തീർച്ചയായിട്ടും കൊടുക്കുവാനുള്ളതൊക്കെ കൊടുത്തു വീട്ടി എല്ലാം ക്രമീകരിച്ച് ഒരുങ്ങിയിരിക്കാം. കർത്താവ് വേഗം വരാറായി. പ്രത്യാശയുടെ തീരത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് വീണ്ടും കാണാം എന്നുള്ള ആ വലിയ പ്രത്യാശയോടെ നമുക്ക് യാത്ര പറയാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകളെ ഇത്രത്തോളം മാനിച്ചു. പ്രിയപ്പെട്ടവരെ വളരെയേറെ ആശ്വാസം കൊടുത്ത് ദൈവം നിലനിർത്തിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാൽ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. 86 വർഷങ്ങൾ ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രൈസ്തവ സാക്ഷി പുലർത്തി ജീവിപ്പാൻ, മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിപ്പാൻ പ്രിയപ്പെട്ടവരുടെ ദൈവം അവസരം കൊടുത്തതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ മഹത്വം കൊടുക്കാം. എല്ലാവരും നിൽക്കുന്ന വിശ്വാസികളെല്ലാം കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CP ഐസക് പ്രാർത്ഥിക്കുന്നതാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദീർഘമായ 86 വയസ്സ് കർത്താവേ, ഹല്ലേലൂയ, ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശം പ്രിയ പിതാവിന് കർത്താവ് നൽകി. പലരുടെയും ആയുസ്സിൽ അവര് നന്മ പ്രവർത്തികൾ ചെയ്യാതെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ വേലയിൽ ശക്തമായി പ്രവർത്തിക്കുവാൻ പ്രതിഫലം നൽകുന്ന കർത്താവെ പ്രവൃത്തികൾക്ക് തന്റെ ജീവിതത്തെ, കുടുംബത്തെ സമർപ്പിക്കുവാൻ കർത്താവെ സഹായിച്ച വൻകൃപകൾക്കായി സ്തോത്രം. ആ വിലപ്പെട്ട ജീവിതം കൊടുത്തു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. തലമുറകളെ കൊടുത്ത് സന്തോഷിപ്പാൻ കർത്താവ് അവസരം കൊടുത്തു കർത്താവെ. സ്തോത്രം. നിന്റെ സാന്നിധ്യത്താൽ അദ്ദേഹത്തെ ജീവിതത്തെ അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. നിന്റെ സമയമായപ്പോൾ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ശുശ്രൂഷയുടെ സമയങ്ങൾ കൂടെ ഇരുന്നു. പ്രത്യേകിച്ച് അമ്മാമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ കർത്താവെ ശുശ്രൂഷ കൊടുക്കുവാൻ, പ്രിയ പിതാവിനെ കൊടുക്കുവാൻ ആ കരങ്ങളെ ബലപ്പെടുത്തി കർത്താവെ. ഹല്ലേലൂയ. പല അപകടങ്ങൾ നേരിട്ടു കർത്താവെ. ആ സന്ദർഭങ്ങളിലും ഗ്ലോറി സ്തോത്രം അന്ത്യ സമയം വരെ കർത്താവെ ഹല്ലേലൂയ തക്ക തുണയായി നിലകൊള്ളുവാൻ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. മരുമക്കളെയും കൊച്ചുമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവര് വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നു
കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സെമിത്തേരിയിലെയും അതുപോലെ തന്നെ കർത്താവ് സമാപന സൂക്ഷ എല്ലാം അനുഗ്രഹിച്ചല്ലോ. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നു. കാലാവസ്ഥയെ അനുകൂലമാക്കി ഈ ഭക്തന്റെ കർത്താവ് സൂക്ഷയെ അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ സെമിത്തേരിയിലെ സൂക്ഷയും കർത്താവ് വാങ്ങിച്ചല്ലോ. നിന്റെ കൃപയ്ക്കായി സ്തോത്രം. തുടർന്നും ഇദ്ദേഹത്തിന്റെ ദാസനെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ കർത്താവേ. ഈ ഇവിടം വിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ കേൾപ്പിച്ച വചനം പോലെ കർത്താവേ സ്തോത്രം. ഞങ്ങൾ മരണത്തോടനുസരിക്കുന്നു. ജീവിതത്തെ ഒരുക്കുവാൻ കർത്താവെ സമർപ്പിക്കുവാൻ, യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറച്ചാട്ടെ കർത്താവേ. ഹല്ലേലൂയ. തുടർന്നുള്ള സൂക്ഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. മഹത്വവീടും ഒന്നുണ്ട്, സ്വർഗീയ മന്ദിരം. ഈഹേ നാം സ്നേഹിച്ചോർ നമ്മെ എതിരേൽക്കും അതിൽ. ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും. സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. വേഗം മറയുമീ ലോകം വിട്ടു ഭാഗ്യലോകേ. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷത്തോടെ യാത്രയാക്കാം. കർത്താവിന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് ഈ വചനം പറയുന്നത്. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും പുനരുദ്ധാനം പ്രാപിക്കും. ആ പുനരുദ്ധാന നാളിൽ വിശ്വാസികളായ നമുക്ക് വീണ്ടും കാണാം. പ്രിയപ്പെട്ടവനെ കാണാമെന്നുള്ള പ്രത്യാശയോടെ യാത്രയാക്കാം. എല്ലാ ക്രമീകരണങ്ങളും ഭവനത്തിലെ ശുശ്രൂഷകളും ഒക്കെ ആലയത്തിലെ ശുശ്രൂഷകളും ഒക്കെ വളരെ ഭംഗിയോടെ നടത്തുവാൻ സർവകൃപാലുവായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിച്ചു. പലയിടങ്ങളിൽ നിന്ന് അനേകർ കടന്നു വന്ന് കാണുവാനിടയാക്കി. അനേകർക്ക് വേണ്ടവണ്ണം സഹകരിപ്പാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. എങ്കിലും ദൈവത്തോളം എല്ലാം മാന്യമായി ചെയ്തത് ഓർത്ത് സകല മഹത്വവും നമ്മൾ ദൈവത്തിന് അർപ്പിക്കാം. നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ ജെ മാത്യു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, സ്വർഗസ്വനായ കർത്താവേ, ഈ മനോഹരമരിതാകുന്ന ഈ സന്ദർഭത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഏത് ദുഃഖവേളകളിലും ജയം തരുന്നവനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ വാത്സല്യ പിതാവിൻ്റെ മൃദുശരീരവുമായിട്ട് ഈ സെമിത്തേരിയിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ ദാസനെ നീ അവിടുന്ന് സഹായിച്ച അവിടുത്തെ വലിയ ദയക്കായി കൃപയ്ക്കായി നന്ദിയോടെ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ തലമുറകളെയൊക്കെ കർത്താവെ ഹല്ലേലൂയ വളർത്തുവാനും അവരെയൊക്കെ നിലനിർത്തുവാനും ഒക്കെ ഉള്ളതാകുന്ന വലിയ ഭാഗ്യം നീ കൊടുത്തു. കർത്താവെ ഹല്ലേലൂയ. കർത്താവെ നിന്റെ സമയമായപ്പോൾ നിന്റെ ദാസനെ നീ വിളിച്ച് വേർതിരിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശാരീരിക ക്ഷീണിതനായി ഭവനത്തിൽ വിശ്രമിച്ചു. ധാരാളം ദൈവമക്കൾ കടന്നു വരുവാനും ദൈവമേ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ഉള്ളതാകുന്ന അവസരം ഉണ്ടായല്ലോ. എന്നാൽ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ നിന്റെ സമയമായപ്പോൾ നീ വിളിച്ച് വേർതിരിക്കുവാനിടയാക്കി തീർത്തതിൻ്റെ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന് തിരുവചനം ഞങ്ങൾ വായിക്കുന്ന പോലെ ഹല്ലേലൂയ ദൈവത്തിന് വിലപ്പെട്ടതാകുന്ന ഒരു വേർപാട് നിന്റെ ദാസന് നീ കൊടുത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ ഈ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ എത്രയോ ഭവനങ്ങൾ ദുഃഖഭവനങ്ങളായി മാറിയിരിക്കുമ്പോൾ എത്രയോ ഭവനങ്ങൾ കൂട്ടക്കരച്ചിലെ കൊലപാതക ശബ്ദങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ദേശത്ത് ഞങ്ങളെ എത്രത്തോളം നീ അവിടുന്ന് പരിപാലിച്ച വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ ഹല്ലേലൂയ പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നെങ്കിൽ തന്നെയും അനുകൂലമായ നല്ല സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. കർത്താവേ ശുശ്രൂഷകൾ ഇത്രത്തോളം കൊണ്ടുവന്ന നിന്റെ വലിയ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തുവെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങൾ വായിക്കുന്ന പോലെ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം നീ അവിടുന്ന് ഒരുക്കിയ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവേ കേൾക്കപ്പെട്ടതാകുന്ന ദൈവവചനത്തിന്
മുമ്പിൽ ആരെങ്കിലും ജീവിതങ്ങളെ ക്രമീകരിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുങ്ങാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കിയതാകുന്ന ഈ ശ്മശാന ഭൂമിയിലേക്ക് തന്നെ ഹല്ലേലൂയ അടക്കം ചെയ്യുകയാണ് കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടു കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ ഹല്ലേലൂയ രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടി ഒന്നിച്ച് ഹല്ലേലൂയ സമ്മേളിക്കുന്നതായ ആ സമ്മേളന ദിനത്തിൽ പ്രിയപ്പെട്ടവനെ മുഖാമുഖമായി കാണാമെന്നുള്ളതാകുന്ന ഏറിയ പ്രത്യാശയോടുകൂടെ ഇന്ന് പകൽക്കാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവിടെ സംസ്കരിക്കുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യം ഇത്രത്തോളം കൂടെ ഉണ്ടായിരുന്നല്ലോ. നിന്റെ കൃപയ്ക്കായ സ്തോത്രം. ഇനി ഞങ്ങളുടെ കർത്താവേ ശ്മശാന ഭൂമി വിട്ട് ഭവനത്തിലേക്ക് മടങ്ങി പോകുന്നു. നിന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെ തൃക്കരകളിലേക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അവരെ നീ സഹായിക്കണമേ. വിദേശത്ത് വിവിധ രാജ്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്നവരെയൊക്കെ ആശ്വസിപ്പിക്കുമാറാകണം എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിനെ ബന്ധപ്പെട്ടതായി ഇവിടെ കടന്നു വന്ന് ഇതിൽ സഹകരിച്ചതാകുന്ന കർത്താവേ, സഭയിലുള്ളതാകുന്ന ദൈവമക്കൾ, ദേശനിവാസികൾ, പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ ഞങ്ങളെ പറഞ്ഞയക്കണം. എല്ലാ നന്മകൾക്കായി സ്തുതിക്കുന്നു. മഹത്വം നീ തന്നെ എടുക്കണമേ. യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ ചോദിച്ചത് കൃപയോട് കെട്ടുത്തരം പറയണമേ. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരും. മണ്ണിന് മണ്ണായും കുഴിക്ക് കുഴിയായും ഞങ്ങൾ സമർപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഏവരോടുകൂടെ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങളോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായി വാഴുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് ഈ ദുഃഖവേളയിൽ നമുക്ക് ജയം തോന്നിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, നീ വേഗം വരണമേ. ആമേൻ.